മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ അവർ ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ് ഒരു പണപ്പിരിവ് നടത്തി. ഒരു മണ്ഡലം കമ്മിറ്റിക്ക് ഏതാണ്ട് 2.5 ലക്ഷത്തോളം രൂപ വെച്ച് പിരിക്കാനാണ് നിർദ്ദേശം കൊടുത്തത്. പല കമ്മിറ്റികളും അതിൽ കൂടുതൽ തുക പിരിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ആക്ഷേപം ഉയർന്നിരുന്നു. അതായത് എത്ര രൂപ പിരിച്ചു എന്നുള്ളതും എത്ര രൂപ കയ്യിലുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ വലിയ തോതിലുള്ള വിമർശനമുണ്ടായി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പത്രസമ്മേളനം വിളിക്കുകയെ വിശദീകരിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ഇപ്പോഴും ആക്ഷേപങ്ങൾ തുടരുകയാണ്. പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ളവർ പറയുന്നത് അവരുടെ ജില്ലാ കമ്മിറ്റി തന്നെ ഏതാണ്ട് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല, കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ 10 ലക്ഷം രൂപയാണ് കൊടുത്തതെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 140 ലക്ഷം, അതായത് 1,40 ലക്ഷം രൂപ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ 88 ലക്ഷം രൂപയാണുള്ളത്. അല്ല, ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് ചൂരൽമലയിലും അതേപോലെ തന്നെ ഈ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു സംഘം മുന്നോട്ട് വന്നാൽ, ഏത് പാർട്ടിയുടെ ചെറുപ്പക്കാരും അതേപോലെ തന്നെ പൊതുസമൂഹമൊക്കെ മുന്നോട്ട് വന്നാൽ ജനങ്ങളതിനെ കൈയച്ച് സഹായിക്കും. അങ്ങനെ സഹായിക്കുമ്പോൾ വളരെയധികം ഫണ്ട് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഫണ്ടിൽ ഒരൊറ്റ രൂപ പോലും നഷ്ടപ്പെട്ടു പോകാനോ അതേപോലെ ദുരുപയോഗം ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.